തറവാട്ടമ്മ ദാദാ മിരസിയുടെ രചന, പി ഭാസ്കരൻ്റെ തിരക്കഥയും സംവിധാനവും. 1966 സെപ്റ്റംബർ 19 തറവാട്ടമ്മ എന്ന ചിത്രം പുറത്തിറങ്ങി. നിർമ്മാണം വാസുമേനോൻ. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം എം.എസ്. ബാബുരാജ്. പാടിയവർ കമുകറ പുരുഷോത്തമൻ, യേശുദാസ്, കെ.പി. ഉദയഭാനു, എസ്. ജാനകി, വസന്ത. ഈ ചിത്രത്തിലെ തിരക്കഥയ്ക്ക് സംഭാഷണം എഴുതിയത് പാറപ്പുറത്തായിരുന്നു. ക്യാമറ ചലിപ്പിച്ചത് ഇ.എൻ. ബാലകൃഷ്ണനും. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: ഷീല, രാധ, സത്യൻ, ഗോപി, തിക്കുറിശ്ശി, കേശവ പണിക്കർ, കെ.പി. ഉമ്മർ, സുരേഷ്, പി.ജെ. ആൻ്റണി, ഗോവിന്ദപിള്ള, ജി.കെ. പിള്ള, ഡോക്ടർ എം.എം. നായർ, ബെഹദൂർ, തണ്ണി നമ്പീശൻ, അടൂർ ബാസി, പരമക്കുറുപ്പ്, പ്രതാപചന്ദ്രൻ, ഹരി, മാസ്റ്റർ പ്രഭാകർ, ജെ. ഗോപി, സെബാസ്റ്റ്യൻ, അബു, രമേഷ്, ഏജന്റ്, വിശ്വനാഥൻ, രാജൻ, സാം, ബി. എസ്. സരോജ, സരോജിനിയമ്മ, വാസന്തി, ഗീത, ആറന്മുള പൊന്നമ്മ, ലക്ഷ്മിയമ്മ, സുകുമാരി, വേലമ്മ, ബേബി, കൗസല്യ, ലത, വി. എസ്. പത്മിനി, കല്യാണി, ജ്യോതി, റീത്ത, എൻ. സരോജ, സുമതി, കൂടെ വരലക്ഷ്മിയും. കഥ: ബാരിസ്റ്റർ കേശവപ്പണിക്കരുടെ ഭാര്യ മരിച്ചു. മകനുണ്ട്, ഗോപി. ഗോപിക്ക് അമ്മ മരിച്ചതിലുള്ള ദുഃഖം ഇല്ലാതാക്കാൻ വേണ്ടി അയാൾ സരോജിനി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. എന്നാൽ സരോജിനിക്ക് ഗോപിയോട് ഒരിഷ്ടവും തോന്നിയില്ല. പ്രശ്നമായി. അപ്പോൾ പണിക്കരുടെ മൂത്ത സഹോദരിയായ ലക്ഷ്മിയമ്മ ഗോപിയെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായി. കൊണ്ടുപോയി. വള്ളിക്കുന്നത്തേക്കാണ് കൊണ്ടുപോയത്. അവിടെ അവർക്ക് ധാരാളം കൃഷിയും ഉണ്ട്. അവിടെ നിന്ന് ഗോപി വളർന്നു. എന്നാൽ വളർന്ന് വലുതായിട്ടും ഗോപി സരോജിനിയെ സ്വന്തം അമ്മയെപ്പോലെയാണ് സ്നേഹിച്ചത്. പണിക്കർക്ക് സരോജിനിയിൽ 2 പെൺമക്കളുണ്ടായി: ഗീത, ലത. ഗീത മദ്രാസിൽ പഠിക്കുകയാണ്. ലതയാകട്ടെ അച്ഛൻ്റെ കൂടെ എറണാകുളത്ത് താമസിക്കുന്നു. മദ്രാസിൽ താമസിച്ച് പഠിക്കുന്ന ഗീത ഒരു പ്രേമബന്ധത്തിൽ പെട്ടിട്ടുണ്ട്. കാമുകൻ്റെ പേര് സുരേഷ്. മലയായിൽ ജോലി ചെയ്ത ആളാണ് ഡോക്ടർ എ.എം. നായർ. അവിടെ ജോലി ചെയ്ത് സമ്പാദിച്ച പണവുമായി ഡോക്ടർ നാട്ടിലെത്തി. ലക്ഷ്മിയമ്മയുടെ ഭർത്താവിൻ്റെ അനന്തരവൻ കൂടിയാണ് ഡോക്ടർ. വള്ളിക്കുന്നത്ത് ഡോക്ടർ നായർ സ്ഥലം വാങ്ങി വീട് വച്ചു താമസം തുടങ്ങി. ഡോക്ടറുടെ ഏക പുത്രിയാണ് രാധ. രാധയും ഗോപിയും പരസ്പരം കാണാറുണ്ട്. ഗോപിയെ ഈ രാധയെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണ് ലക്ഷ്മിയമ്മയ്ക്ക് ആഗ്രഹം. അതിനായി അവർ ശ്രമം തുടങ്ങി. ഗീത അവധിക്ക് നാട്ടിലെത്തി. അമ്മയോട് തൻ്റെ പ്രണയബന്ധം തുറന്നു പറയുകയും വിവാഹം കഴിപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സുരേഷും ഗീതയും തമ്മിലുള്ള വിവാഹം പണിക്കർക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. പക്ഷെ ഭാര്യയുടെയും മകളുടെയും ആവശ്യവും ആഗ്രഹവും ശക്തമായപ്പോൾ അയാൾ അതിന് സമ്മതിച്ചു. അങ്ങനെ സുരേഷും ഗീതയും ഗോപിയും രാധയും തമ്മിലുള്ള വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വച്ച് നടത്തി. വിവാഹം കഴിഞ്ഞ് ഗോപിയും രാധയും വള്ളിക്കുന്നതേയും സുരേഷും ഗീതയും മദ്രാസിലേക്കും മടങ്ങി. സുരേഷുമായി വിവാഹം കഴിക്കും മുമ്പ് ഒരു വ്യവസ്ഥ വച്ചിരുന്നു പണിക്കർ. വിവാഹം കഴിഞ്ഞാൽ സുരേഷിന് പഠിക്കാനുള്ള പണം പണിക്കർ കൊടുത്തുകൊള്ളാം. അതുപ്രകാരം പണിക്കർ സുരേഷിന് പണം അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ പണം കൊണ്ട് കൂട്ടുകാരുമൊത്ത് ആർഭാട ജീവിതം ആഘോഷിക്കുകയാണ് സുരേഷ് ചെയ്തിരുന്നത്. തൻ്റെ മകളുടെ സന്തോഷപൂർണമായ ജീവിതം കാണാൻ മദ്രാസിലെത്തിയ പണിക്കർ കണ്ടത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതറിഞ്ഞ് സുരേഷിനെയും കൂട്ടരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ഇത് കണ്ട് തകർന്നുപോയ ആ മനുഷ്യൻ തിരിച്ച് വള്ളിക്കുന്നത്തേക്ക് പോന്നു. മകനെ കണ്ട് വിവരങ്ങൾ പറയാൻ തത്രപ്പെട്ടു. പക്ഷേ അതിനു മുന്നേ അയാൾ ഹൃദയസ്തംഭനത്താൽ മരിച്ചു. സുരേഷ് മദ്രാസിൽ നിന്നും തിരിച്ചു വന്ന് താൻ ഒരു ഗ്ലാസ് ഫാക്ടറി തുടങ്ങുന്നുവെന്നും അതിനായി 2 ലക്ഷം രൂപ വേണമെന്നും സരോജിനിയോട് പറഞ്ഞു. ഗോപിയോട് തുക നൽകാൻ സരോജിനി ആവശ്യപ്പെട്ടെങ്കിലും ഇതിലെന്തോ പന്തികേട് തോന്നിയ ഗോപി തുക നൽകാൻ മടിച്ചു. അതോടെ കുടുംബകലഹവുമായി. സരോജിനി തൻ്റെ ഭാഗം സ്വത്ത് ആവശ്യപ്പെട്ടു. ഗോപി സ്വത്ത് മുഴുവനായി തന്നെ സരോജിനിക്ക് എഴുതി കൊടുത്തു. സുരേഷ് തന്ത്രശാലിയാണ്. അയാൾ സർവാവകാശ മുക്തിയാർ സരോജിനിയിൽ നിന്നും എഴുതി വാങ്ങി. സ്വത്തെല്ലാം തന്നിഷ്ടപ്രകാരം അയാൾ വിൽക്കാനും തുടങ്ങി. റീത്ത എന്ന സുന്ദരിയെ സുരേഷ് കണ്ടുമുട്ടി. അവളുമായി ചേർന്നുള്ള ആഘോഷവും തുടങ്ങി. ഒട്ടേറെ സ്വത്തുക്കൾ തൻ്റെ ഇഷ്ടജീവിതത്തിനായി സുരേഷ് വിറ്റുകഴിഞ്ഞു. ബാക്കിയുള്ളവ
ഫൈനാൻസ് കമ്പനിക്ക് കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ അപകടം മനസ്സിലാക്കി ഗീത സുരേഷിനെ ഉപദേശിച്ചു. ഉപദേശത്തിന് ദേഷ്യപ്പെട്ട സുരേഷ് അവളെയും അയാളോട് ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച സരോജിനിയെയും വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു. അയാളാണല്ലോ സർവാധികാരി. ഗീതയെയും സരോജിനിയെയും ആശ്രയമില്ലാത്തവരാക്കി അയാൾ നിർത്തി. അവർ ആശ്രയത്തിനായി ഗോപിയുടെ അടുത്തെത്തി. ലക്ഷ്മി അമ്മയും ഗോപിയും രാധയും അവരെ സ്വീകരിച്ചു, ആശ്രയം നൽകി സംരക്ഷിച്ചു. വഴിതെറ്റി നടന്ന ജീവിതം കൊണ്ട് സുരേഷ് കടക്കാരനായി. വീട് സ്ഥലവും ജപ്തിയായി. ലേലം രാധയുടെ പിതാവ് ഡോക്ടർ നായർ പിടിച്ചു. പിന്നീട് സരോജിനിക്ക് തന്നെ അയാൾ തിരിച്ചു നൽകി. സുരേഷ് പശ്ചാത്താപ വിവശനായി. മനംമാറ്റം വന്ന് നല്ലവനായി തീർന്ന സുരേഷ് ഗീതയുമായി വീണ്ടും ചേരുന്നു. ശുഭം.